പൂമുഖത്തെ ചാരുകസേരയിൽ മേടത്തോൾ അഗ്നിഹോത്രി ചാരിക്കിടക്കുന്നു. അന്തർജനം നൽകിയ ഓട്ടുമൊന്തയിലെ സംഭാരം വായിലേക്കൊഴിച്ചു. മൊന്ത കഴുകി കമഴ്ത്തി വെറും തിണ്ണയിലിരുന്നു പാണനാർ. ഉടുക്കു കയ്യിലെടുത്ത് അതിൽ തൊട്ടുവന്ദിച്ച് അദ്ദേഹം പതുക്കെ പറഞ്ഞു, പാടാം, അങ്ങ് പറയുന്നത് ഏതും ഭഗവത് സ്തുതി തന്നെയാവും ഉചിതം. അഗ്നിഹോത്രി മുറുക്കാൻ വായിലിട്ടു. പാണനാരുടെ വിരലുകൾ തുകൽപ്പുറത്ത് അതിവേഗം ചലിച്ചു. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ സ്തുതിക്കുന്ന മധുരഗാനം ആ തൊണ്ടയിൽ നിന്നും പ്രവഹിച്ചു. ക്ഷണനേരത്തിനകം അന്തരീക്ഷം ഭക്തിസാന്ദ്രമാകുന്നത് അഗ്നിഹോത്രി അനുഭവിച്ചറിഞ്ഞു. പാണനാർ പാടി നിർത്തിയതും അഗ്നിഹോത്രി അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു. പാണനാരെ, ഭഗവാൻ ശ്രീപരമേശ്വരൻ അങ്ങയുടെ വെളിപ്പുറത്താണല്ലേ? തിരുമേനി, അങ്ങ് പറഞ്ഞത് നേര് തന്നെ. ഭഗവാൻ അദ്ദേഹത്തിന്റെ തൃക്കൈ കൊണ്ട് എനിക്ക് സമ്മാനിച്ച ഉടുക്കാണിത്. ആ ദിവ്യസ്പർശം ഇന്നും ഇതിലുണ്ട്. കേവലം ഒരു മനുഷ്യനായ എന്റെ കഴിവുകളല്ല, ഭഗവാന്റെ ഹൃദയവിശാലതയാണ് പാണനാരെയും പാട്ടിനെയും പ്രശസ്തമാക്കുന്നത്. ആ കീർത്തിപദത്തിൽ ഞാൻ എന്നും ഒരു ഉപകരണം മാത്രം. പാണനാരുടെ വെളിപ്പെടുത്തൽ അഗ്നിഹോത്രിയെ അമ്പരിപ്പിച്ചു. സാക്ഷാൽ ശ്രീപരമേശ്വരന്റെ കടാക്ഷം ലഭിച്ച ഗായകനാണ് തന്റെ മുന്നിലെന്നും ആ പുണ്യചരിതം മുഴുവനായും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിരോധമില്ലെങ്കിൽ അങ്ങ് അതൊന്ന് പറഞ്ഞു തരിക. പറയാം, കേട്ടോളൂ. പാണനാർ ഒന്നിളകിയിരുന്നു. അഗ്നിഹോത്രിയാകട്ടെ ഭഗവത് അനുഗ്രഹം മനസ്സിൽ വാരി നിറയ്ക്കാൻ തയ്യാറായി കാതു കൂർപ്പിച്ചിരുന്നു. ഭൂതഗണങ്ങൾ കാവൽ നിൽക്കുന്ന അന്തപുരത്തിൽ ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാൻ കരുനീക്കി. ചുരുങ്ങിയ സമയത്തിനകം തന്നെ ദേവിയുടെ കരിക്കൾ അനങ്ങാനാവാതെ കുരുങ്ങി. ഭഗവാന്റെ കൃത്യതയാർന്ന നീക്കങ്ങൾക്ക് മുന്നിൽ അവർ അടിയറവ് പറഞ്ഞു. പാർവതി ദേവിയുടെ മുഖം മങ്ങി. വീണ്ടും പുതിയ കളിയായി. അതിലും ദേവി തോറ്റു. തുടർച്ചയായി 4 തവണയും പരാജയം സമ്മതിച്ച് ദേവി തലതാഴ്ത്തിയിരുന്നു. ദേവി ഇപ്പോഴെങ്ങനെയുണ്ട്? ദേവിയുടെ നാവാണോ എന്റെ ദീർഘദൃഷ്ടിയാണോ വിജയിച്ചത്? പൊട്ടിച്ചിരിച്ച് ശ്രീപരമേശ്വരൻ ചോദിച്ചു. തന്റെ തോൽവിയെ ഭർത്താവ് പരിഹസിച്ച് ചിരിച്ചത് ഭഗവതിക്ക് രസിച്ചില്ല. അവർക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു. ആ ക്ഷണം തന്നെ അവർ ചതുരംഗ കരുവെടുത്ത് ഭഗവാന്റെ മുഖത്തിന് നേരെ എറിഞ്ഞു. അത് അദ്ദേഹത്തിന്റെ തിരുനെറ്റിയിൽ തന്നെ ചെന്നുകൊണ്ടു. ആ ആഘാതത്തിൽ അദ്ദേഹം ബോധശൂന്യനായി നിലത്ത് വീണു. ഇനി എന്താണൊരു വഴി? ഏവരും തലപുകച്ചു. അപ്പോൾ ഭൂതഗണത്തിനൊരാൾ ദേവിയെ വന്ദിച്ചു പറഞ്ഞു, ദേവി, അവിടുന്ന് വേദനിക്കരുത്. ഏത് മഹാരോഗത്തിൽ നിന്ന് സുഖപ്പെടുത്താനും എത്ര ആഴമേറിയ മോഹാലസ്യത്തിൽ നിന്നും വിളിച്ചുണർത്താനും കഴിവുള്ള ഒരു ദിവ്യൻ ഭൂമി മലയാളത്തിലുണ്ട്. അദ്ദേഹം ഉടുക്കുകുട്ടി പാടിയാൽ മരിച്ചവർ പോലും എഴുന്നേറ്റ് വരുമെന്നാണ് കേൾവി. ആ വാക്കുകൾ ദേവിക്ക് പ്രതീക്ഷ നൽകി. എങ്കിൽ അദ്ദേഹത്തെ ഇവിടെ എത്തിക്കൂ. ഭൂമിയിലെത്തിയ ഭൂതഗണങ്ങൾ പാണനാരെയും കൂട്ടി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. പാണനാർ തന്റെ ഭാണ്ഡത്തിൽ നിന്നും പഴകി ദ്രവിച്ച ഉടുക്ക് കയ്യിലെടുത്തു. അതിൽ വിരലൊടിച്ച് അദ്ദേഹം വിറയാർന്ന സ്വരത്തിൽ പാടിത്തുടങ്ങി. ഉണരൂ ഉണരൂ ശ്രീ പരമേശ്വര എന്ന ഗാനം പാടി തീർന്നതും, ഹോ, എന്തൊരു ഉറക്കമായിരുന്നു! ഇപ്പോൾ ആരെ എന്നെ കുലുക്കി ഉണർത്തിയതുപോലെ തോന്നുന്നു. ഹൃദ്യമായ ഒരു ആലാപനം എന്നെ ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നു. നിദ്രയിലും അതിനെ വശീകരിച്ചു. ആരാണ് ആ മധുരസ്വരത്തിന്റെ ഉടമ? ശ്രീപരമേശ്വരൻ തിരക്കി. ഭൂതഗണങ്ങൾ പാണനാരെ ശ്രീപരമേശ്വരന്റെ മുന്നിൽ എത്തിച്ചു. അദ്ദേഹം നിറകണ്ണുകളോടെ ഭഗവത് പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ അതേ കിടപ്പിൽ തന്നെ ഭക്തിപൂർവ്വം വിളിച്ചു പറഞ്ഞു, ഭഗവാനെ, ഈ നിമിഷം കൊണ്ട് എന്റെ ജീവിതം സഫലമായി. ശ്രീപരമേശ്വരൻ തന്റെ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പട്ടുമെത്തയിൽ അടുത്തു തന്നെ ഇരുത്തി. ആ സമയം പാർവതി ദേവി ഭർത്താവിനോട് നടന്നതെല്ലാം വിശദീകരിച്ചു. പാണനാരെ, വിഷമസന്ധിയിൽ ആലാപനം കൊണ്ട് എന്നെ രക്ഷിച്ചതിന് പകരമായി എന്താണ് വേണ്ടത്? ശ്രീപരമേശ്വരൻ ചോദിച്ചു. ഭഗവാനെ, ദേവീ സമേതനായി അങ്ങയെ കാണാനായതിൽ പരം ഭാഗ്യം എനിക്ക് കിട്ടാനില്ല. എങ്കിലും ഒരാഗ്രഹം മനസ്സിലുണ്ട്. ഗാനാലാപന വേളകളിൽ അവിടുത്തെ സാന്നിധ്യം എന്നും എനിക്കുണ്ടാവണം. പാണനാർ വിനയത്തോടെ പറഞ്ഞു. ഭഗവാൻ പാണനാരുടെ പിന്നിൽ തുടങ്ങിയ ഉടുക്ക് വാങ്ങി. പകരം ശൂന്യതയിൽ നിന്ന് ലക്ഷണമൊത്ത മറ്റൊരു ഉടുക്ക് സൃഷ്ടിച്ച് അദ്ദേഹത്തിന് നൽകി. ഇത് വാങ്ങിക്കൊള്ളൂ. ഇനി മുതൽ ദിവസേന എന്നെ പാടി ഉണർത്തേണ്ട കടമ പാണനാരുടേതാണ്. ഈ ഉടുക്കടിച്ച് പാടിയാൽ ആ ക്ഷണം എന്റെ സാമീപ്യം അനുഭവപ്പെടും. എന്റെയും ദേവിയുടെയും അനുഗ്രഹം പാണനാർക്ക് എപ്പോഴും ഉണ്ടാവും. പാണനാരുടെ പിൻതലമുറകൾക്കും ഈ സിദ്ധികൾ കൈവരും. ഭഗവാൻ മനമറിഞ്ഞു തന്ന വരങ്ങൾ പാണനാർ വിനയപൂർവ്വം ഏറ്റുവാങ്ങി. ദേവിയുടെ വകയായി വിശിഷ്ടമായ ഒരു രുദ്രാക്ഷമാലയും പാണനാർക്ക് കിട്ടി. ഭൂതഗണങ്ങൾ അദ്ദേഹത്തെ ഭൂമിയിലെത്തിച്ചു മടങ്ങി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യങ്ങളായി ദൈവദത്തമായ ഉടുക്കും രുദ്രാക്ഷമാലയും അദ്ദേഹം കരുതി വെച്ചു. കൈലാസപർവ്വതം ഓർമ്മയുടെ മറയിലേക്ക് ഒതുങ്ങി. മേഴത്തോളില്ലവും അഗ്നിഹോത്രിയും വീണ്ടും തെളിഞ്ഞു. തെന്നയിൽ തന്റെ ഉടുക്ക് നെഞ്ചോട് ചേർത്ത് പാണനാർ ഇരിക്കുന്നു. അഗ്നിഹോത്രി അതിശയത്തോടെ പാണനാരെ നോക്കി. അദ്ദേഹം എഴുന്നേറ്റ് പാണനാരുടെ മുന്നിൽ ശിരസ് നമിച്ചു. ഒരിക്കൽ കൂടി അഗ്നിഹോത്രിക്ക് വേണ്ടി ഉടുക്കുകുട്ടി പാടിയിട്ടേ പാണനാർ ഇല്ലത്തു നിന്നും മടങ്ങിയുള്ളൂ.